മനു പറയുന്ന കാര്യങ്ങളൊന്നും ഇതുവരെ ഞാൻ നിരസിച്ചിട്ടില്ല. എങ്ങനെയായിരുന്നു അവനെ കൊണ്ടത് പറയിപ്പിച്ചത്? അത് സർ, മനുവിന്റെ കോട്ടയത്തുള്ളൊരു ഫ്രണ്ട് വഴിയാ. ഞാൻ അത്രയ്ക്കും ഗതി കെട്ട ഒരു അവസ്ഥയിലായതുകൊണ്ടാ. കാണാൻ സമ്മതിച്ചപ്പോൾ ഞാൻ നിന്നെക്കുറിച്ച് തിരക്കി. നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാൻ ഒന്നുമില്ലല്ലോ. ഭഗവാൻ കൃഷ്ണൻ ചോദിച്ചതുപോലെ നഷ്ടപ്പെട്ടത് വല്ലതും നിന്റേതാണോ? അല്ല. കുറച്ചുകാലം കള്ളത്തരം കൊണ്ട് കൊള്ളാവുന്ന അവസ്ഥയിൽ ജീവിച്ചു. ദേവ് അസോസിയേറ്റ് എന്നൊരു സ്ഥാപനം നടത്തിയിട്ട് അതിനെന്തെങ്കിലും വളർച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞു? അതുമില്ല. പിന്നെ സ്വയം കേമത്തിയാണെന്ന് തോന്നുന്നത് കൊന്നതിന്റെയും നശിപ്പിച്ചതിന്റെയും കണക്ക്. അത് ബിസിനസ്സിനൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞുകൂടാ. പോട്ടെ, നിലനിൽക്കാനുള്ള ബുദ്ധി അറിയാമല്ലോ. എന്തുണ്ട് സ്വന്തം അക്കൗണ്ടിൽ? അല്ല, 500 കോടിയുടെ സമ്പത്ത് നോക്കി നടത്തിയവർക്ക് മിനിമം 280 കോടിയെങ്കിലും ഉണ്ടാവും. ദേവ് അസോസിയേറ്റ്സ് നഷ്ടപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. അതുകൊണ്ട് സ്വന്തമായി ഒന്നും സേവ് ചെയ്തതുമില്ല. ഗുഡ്. അപ്പൊ പിന്നെ എന്ത് കാര്യത്തിലെ അഡ്വൈസ് വേണ്ടത്? തെണ്ടാൻ. സമയം മെനക്കെടുത്താതെ പോ. സർ, എത്ര കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാണ്. 1000 കോടി കടവുമായി വന്നവർക്ക് പോലും സാറിന്റെ ഉപദേശം കൊണ്ട് നേട്ടമുണ്ടായിട്ടുണ്ട്. എന്നെ കൈവിടരുത് സർ. അപ്പോ ശൂന്യതയിൽ നിന്നും തുടങ്ങണം. ബിസിനസിന്റെ ലോകം എന്നെ ചവിട്ടി അരച്ച് വലിച്ചെറിഞ്ഞത് എന്റെ രക്തവും മാംസവും ഊറ്റിയതിനു ശേഷം. തിരിച്ചു വരുന്നെങ്കിൽ എനിക്കെല്ലാവരെയും ഒന്ന് ഞെട്ടിക്കണം. ഒരിക്കൽ കൂടി കിങ് മേക്കറുടെ സിംഹാസനത്തിൽ കയറിയിരിക്കണം. അതെന്റെ ഒരു വാശി. എങ്ങനെയാണ് നമ്മുടെ കരാർ? സാറെന്താ ഉദ്ദേശിക്കുന്നത്? ബിസിനസ് രംഗത്ത് നീ തിരിച്ചു വന്നാൽ സമ്പാദിക്കുന്നതിൽ നിന്നും എന്റെ വിഹിതം എത്ര? അതൊരു 20%. രാജാവിനെ അരിയിട്ട് വാഴിക്കുന്ന പുരോഹിതന് ഒരു പട്ടും കുറച്ച് ചില്ലറയുമേ കൊടുക്കൂ. പക്ഷെ സമ്പത്തിലും അധികാരത്തിലും എനിക്ക് താഴെയായിരിക്കണം ഞാൻ ഉപദേശിക്കുന്ന ആൾ. ഞാൻ തർക്കത്തിനില്ല. 50-50. നോ. ഞാൻ പഠിച്ചു, തല വിയർത്തു. ഇന്നും ബിസിനസിന്റെ ആഴങ്ങളിൽ മുങ്ങിത്തപ്പിക്കൊണ്ടിരിക്കും. നീ ഒന്നും ചെയ്തിട്ടില്ല. അന്യന്റെ മുതലിനെ ആഗ്രഹിച്ചു തൊഴിച്ചു. പിന്നെ നമ്മൾ എങ്ങനെ ഈക്വലാകും? സാർ പറയണം. 60-40.